4 പെൺമക്കളുള്ള ഒരു ഉമ്മ നൂല് നിവർത്തി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ഉപജീവനം കഴിഞ്ഞു പോകുന്ന രീതിയാണ് അവരുടേത്. ഓരോ ദിവസവും നൂല് നിവർത്തും, അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കും. ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് പകുതി ഭക്ഷ്യവസ്തുക്കൾ വാങ്ങും, പകുതി നൂല് വാങ്ങും. അത് കൊണ്ടുവന്ന് നിവർത്തി അങ്ങാടിയിൽ കൊണ്ടുപോകും. ഒരു ദിവസം ഉമ്മ നൂലുമായി അങ്ങാടിയിലേക്ക് പോകുന്ന വഴിയിൽ നൂലും പാത്രവും ഒരു പ്രാവ് കൊത്തിയെടുത്തു കൊണ്ടുപോയി. മഹദി അന്നത്തെ ഉപജീവനത്തിന്റെ കാര്യമോർത്ത് കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് അടുത്തുകൂടിയ ആളുകൾ മഹദിക്കൊരു പ്രതിവിധി പറഞ്ഞു കൊടുത്തു. ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പോവുക, നിങ്ങളുടെ ആവലാതി പറയുക. മഹദി അത് കേട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പോയി ആവലാതി പറഞ്ഞു. അഗതികളെയും അധസ്ഥിതരെയും ആലംബഹീനരെയും ചേർത്ത് പിടിക്കുന്ന മഹദി ഈ സ്ത്രീയെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്തു. മഹദിയുടെ നൂലും പാത്രവും തിരിച്ചു കിട്ടി. അഗതികളെയും അനാഥരെയും ആലംബഹീനരെയും ആശയറ്റവരെയും ചേർത്ത് പിടിക്കുക എന്നത് മഹാന്മാരുടെ പ്രധാന ചര്യകളിൽ പെട്ടതാണ്. മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ആണ്ടിന്റെ ദിവസമാണ്. അവരെക്കുറിച്ച് പഠിക്കാനും അവരിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനുമുള്ള മാർഗങ്ങൾ ആരായുക.